പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഒളിവിൽ പോയ വിക്രമിനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കമലത്തെ വാസവൻ മാനസികമായിട്ട് നല്ലോണം അങ്ങ് പീഡിപ്പിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന കമലമ്മയെ വിക്രം കാണാൻ വരും. കൂടെ വേദയും ഉണ്ടായിരിക്കും. എന്നാൽ താൻ ഇനിയും ഇങ്ങനെ ഒളിച്ചു നിന്നാൽ തൻ്റെ കുടുംബത്തെ വാസവൻ വെറുതെ വിടില്ല എന്ന് വിക്രമിന് മനസ്സിലായി. അയാൾ എന്തിനും മടിക്കാത്തവരാണ്. അതുകൊണ്ട് വാസവനെ നേരിടാൻ തന്നെ വിക്രം ഉറപ്പിച്ചു. വേദ ഇതൊന്നും തന്നെ അറിയുന്നില്ല. വിക്രം അവളുടെ വീട്ടിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്. വിക്രം മതിൽ ചാടി പോകുന്നത് ശങ്കരനാരായണൻ കാണും. ഞെട്ടലോടുകൂടിയാണ് അദ്ദേഹം അത് നോക്കി നിൽക്കുന്നത്. വിക്രമിനെ മുറിയിൽ കാണാതായപ്പോൾ വേദയ്ക്ക് വലിയ സങ്കടമായിരുന്നു. അപ്പോഴാണ് ശങ്കരനാരായണൻ വന്ന് കതക് തട്ടുന്നത്. പേടിയോടുകൂടെ അവൾ അങ്ങ് വാതിൽ തുറന്നു കൊടുത്തു. ശങ്കരനാരായണൻ വേദയോട് ആഞ്ഞടിച്ചു. എല്ലാവരും സംശയിച്ചത് ശരിയായിരുന്നു. നീ വിക്രമിനെ ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നുവല്ലേ? അവനെ ഉപേക്ഷിച്ചില്ലേ നീ ആ വീടിൻ്റെ പടിയിറങ്ങിയത്? എന്നിട്ട് നീ എന്നെയും എൻ്റെ വീട്ടുകാരെയും ഒക്കെ പറ്റിക്കുമായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കും. വരുണിനെ കുത്തിയത് വിക്രമാണെന്നറിഞ്ഞിട്ടും നീ അവനെ സംരക്ഷിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നു എന്നാണ്. വിക്രമിനോടൊപ്പം ജീവിക്കാനാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ പിന്നെ നീ എന്തിനാ അവിടെ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ ശങ്കരനാരായണൻ. നീയും അവനും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോ വന്നത്? ശങ്കരനാരായണൻ സംശയത്തോടെ ചോദിച്ചു. അച്ഛൻ പറയുന്നത് ശരിയാണച്ചാ. വിക്രത്തെ ഞാൻ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് വാസവൻ അയാളെ പിടികൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വിക്രം നിരപരാധിയാണച്ചാ. വിക്രത്തെ ആരോ ചതിച്ചതാണ്. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വിക്രമിന് കഴിയും. വാസവന്റെ വെടിയേറ്റ് വിക്രം ഇപ്പോൾ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. വിക്രം നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ സംരക്ഷിച്ചത്. അത് തെറ്റാണെന്നും എനിക്ക് തോന്നുന്നില്ല എന്നും പറയാണ് വേദ. അല്ല, വിക്രം നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ല എങ്കിൽ നീ പിന്നെ എന്ത് ചെയ്യും? അവനെ ഉപേക്ഷിക്കുമോ എന്ന് ശങ്കരനാരായണൻ വീണ്ടും ചോദിക്കുന്ന സമയത്തന്നെ അവൻ നിരപരാധിയാണെന്ന് എനിക്ക് ഉറപ്പാണച്ചാ. അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറയാണ് വേദ. അവൻ തെറ്റുകാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ എല്ലാ ബന്ധവും ഇവിടെ അവസാനിപ്പിക്കും. അത് ഞാൻ അച്ഛന് തരുന്ന വാക്കാണ്. ഈ വീട്ടിലുള്ള ഒരാളാണ് വിക്രമിൻ്റെ അവസ്ഥക്ക് കാരണം. അത് താമസിയാതെ അച്ഛൻ മനസ്സിലാക്കും. ശങ്കരനാരായണനാണെങ്കിൽ വേദയുടെ വാക്കൊന്നും തന്നെ മനസ്സിലായില്ല എങ്കിലും എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്നും പോയി. വിക്രം വാസവന്റെ മുന്നിലേക്ക് അങ്ങ് ചെന്ന് നിന്നു. കാറിൽ വന്ന വാസവൻ വിക്രമിനെ കണ്ട് ആകെ ഞെട്ടിപ്പോയി. ദേഷ്യത്തോടെ അയാൾ കാറിൽ നിന്നും ഇറങ്ങി. കത്തിയും വാളും എടുത്ത് വാസവൻ വിക്രമിൻ്റെ അടുത്തേക്ക് അങ്ങ് പാഞ്ഞെടുത്തു. വാസവന്റെ ഗുണ്ടകൾ വിക്രമിനെ അങ്ങ് തല്ലിച്ചതക്കാണ്. വയറ്റിൽ കത്തി കുത്തിക്കയറ്റാൻ വാസവൻ ശ്രമിച്ചപ്പോൾ വിക്രം അയാളുടെ കയ്യങ്ങ് തട്ടിമാറ്റി. പക്ഷേ ഗുണ്ടകൾ വിക്രമിനെ പിടിച്ചങ്ങ് നിർത്തുന്നുണ്ട്. വാസവൻ വിക്രമിൻ്റെ വയറ്റിൽ കത്തി അങ്ങ് കുത്തിക്കയറ്റി. ആളുകളൊക്കെ ഓടി വരുന്നത് കണ്ടപ്പോൾ വാസവൻ ഉടനെ തന്നെ കാറിൽ കയറിയിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു. വിക്രം വേദന കൊണ്ട് പുളയുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചോര വാർന്നൊഴുക വിക്രമിനെ കണ്ടുകൊണ്ട് തന്നെ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത്. ആളുകളൊക്കെ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കി. വിക്രമിൻ്റെ വയറ്റിൽ കത്തി കുത്തിക്കയറ്റിയ നിലയിൽ വേദന കൊണ്ട് പുളയുകയായിരുന്നു വിക്രം. ഇത് കണ്ട് ഇഷിത നിലവിളിച്ചുകൊണ്ട് തന്നെ ആളുകളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ നോക്കി നിൽക്കാണോ? വേഗം ഇയാളെ എൻ്റെ കാറിലേക്ക് കയറ്റൂ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാമെന്ന് പറയും. നാട്ടുകാരെല്ലാവരും ചേർന്ന് വിക്രമിനെ ആ ഒരു ഇഷിതയുടെ കാറിലേക്ക് കയറ്റി. ഇഷിത ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. വാസവൻ ശ്രീകാന്തിനെ വിളിച്ചിട്ട് ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. വിക്രമിനെ കിട്ടിയോ എന്ന് വാസവനോട് ശ്രീകാന്ത് ചോദിച്ചപ്പോൾ അവനെ കിട്ടുക മാത്രമല്ല, എൻ്റെ മകൻ വരുണിനെ അവൻ കുത്തിയതുപോലെ തന്നെ ഞാനും അവൻ്റെ വയറ്റത്തേക്ക് കത്തി അങ്ങ് കുത്തിക്കയറ്റിയെന്ന് വാസവൻ വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്തിനും വലിയ സന്തോഷമായിരുന്നു. നാളത്തെ പത്രത്തിൽ വിക്രമിൻ്റെ മരണവാർത്ത കാണാമല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. നീ പോയിട്ട് നല്ലതുപോലെ വിശ്രമിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ അങ്ങ് ഫോൺ വെച്ചു. ശ്രീകാന്ത് ഈ വിവരം ഉടനെ തന്നെ ചന്ദ്രശേഖരനെ വിളിച്ചറിയിച്ചു. ഈ വാർത്ത കേട്ട് വർഷ ഞെട്ടിപ്പോയി. നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ ഞാൻ കേട്ടു എന്ന് വർഷ പറഞ്ഞപ്പോൾ വേദ ഇതൊന്നും അറിയരുതേ എന്ന് ശ്രീകാന്ത് അവൾക്ക് മുന്നറിയിപ്പ് നൽകി. വിക്രം പോയതോടുകൂടെ തന്നെ പഴയ വേദയെ തിരിച്ചു കിട്ടുമെന്നും അവൾ മറ്റൊരു കല്യാണം കഴിക്കുമെന്നും ശ്രീകാന്ത് മോഹിച്ചിരുന്നു. എന്നാൽ ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ വേദ തകർന്നു പോകുമെന്ന് വർഷക്കുറപ്പായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് എത്തിയ ഇഷിത വിക്രമിനെ ICUയിലേക്ക് മാറ്റി. പേഷ്യൻറ്റിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാണെന്ന് ഡോക്ടർ പറഞ്ഞു. പൾസും BP ഒക്കെ വളരെ ലോ ആയിരുന്നു. ഉള്ളിൽ ബ്ലീഡിംഗ് ഉണ്ട്. അടിയന്തിരമായിട്ട് തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ അറിയിച്ചു. ഇഷിത ഉടനെ തന്നെ വേദയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. വിക്രത്തിനെ ഞാൻ കണ്ടെത്തി, നീ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ഫോൺ വെച്ചു. വിക്രമിന് എന്ത് പറ്റിയെന്ന് വേദ പരിഭ്രമത്തോടു കൂടി ചോദിക്കുമ്പോൾ ആദ്യം നീ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ഇഷിത ഫോൺ കട്ട് ചെയ്യുന്നത്. വേദ ആരും കാണാതെ അന്ന് രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. വാസവൻ ചോരപ്പാടുള്ള ആ ഒരു വസ്ത്രങ്ങളായിട്ട് വീട്ടിലേക്കെത്തി.
നിങ്ങൾ എന്തിനാ ആ വിക്രത്തെ കൊന്നത് എന്ന് ഭാര്യ ചോദിച്ചപ്പോൾ അവൻ എൻ്റെ മകനെ കൊത്തിക്കൊന്നവനാണ്, അതുകൊണ്ട് ഞാനും അവനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങ് ഭാര്യയ്ക്ക് നേരെ ആക്രോശിച്ചു. വരുൺ എപ്പോഴും പറയുമായിരുന്നു വിക്രം അവന് സ്വന്തം ചേട്ടനെ പോലെയാണെന്ന്. വിക്രം അങ്ങനെ ചെയ്യില്ല എന്ന് ഭാര്യ പറഞ്ഞുവെങ്കിലും വാസവൻ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. എനിക്ക് ഇലക്ഷനിൽ ജയിക്കണം, ശ്രീകാര്യം ശ്രീനിവാസനെ തോൽപ്പിക്കണം, അതിന് വിക്രമിനെ ഇല്ലാതാക്കണമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ നേരെ അകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയം ഹോസ്പിറ്റലിലേക്ക് എത്തിയ വേദ വിക്രമിന്റെ അവസ്ഥ കണ്ടങ്ങ് പൊട്ടിക്കരഞ്ഞു. വിക്രം ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഇഷിത അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ വന്ന് അറിയിച്ചു വിക്രം ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിക്രമിന്റെ BP ഒക്കെ നോർമലായിട്ടുണ്ട്. വേദ കുറച്ചു നേരം വിക്രമിന്റെ അരികിലിരുന്നതിന് ശേഷം ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് തിരികെ വീട്ടിലേക്ക് തന്നെ പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രീകാന്ത് പത്രമെല്ലാം പരതി വിക്രമിന്റെ മരണവാർത്ത തിരഞ്ഞു. പക്ഷേ അവിടെ ഒന്നും ഒട്ടും തന്നെ ആ ഒരു മരണവാർത്ത കണ്ടില്ല. ചന്ദ്രശേഖരനെ വിളിച്ച് അയാൾ വിവരം ചോദിച്ചു. വാസവൻ അവനെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് എന്താ വാർത്തയൊന്നുമില്ലാത്തത് എന്ന് ശ്രീകാന്ത് അമ്പരന്നു. വേദ അവിടെ എത്തിയപ്പോൾ നീ എന്തിനാ രാവിലെ പത്രം വായിക്കുന്നത് എന്ന് ചോദിക്കും. നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് നേരെ മുറിയിലേക്ക് കയറിപ്പോയി. അയാൾ പോലീസിനെ വിളിച്ചു. വിക്രം എന്ന ഒരാൾ ഹോസ്പിറ്റലിലുണ്ടെന്ന് പോലീസ് അറിയിക്കാണ്. വിക്രം രക്ഷപ്പെട്ടോ എന്ന് ശ്രീകാന്ത് ദേഷ്യത്തോടു കൂടി ചോദിച്ചു. എന്ത് വിക്രം രക്ഷപ്പെട്ടോ എന്ന് ശ്രീകാന്ത് ദേഷ്യത്തോടു കൂടെ ചിന്തിക്കാണ്. പോലീസ് വിക്രമിന്റെ മൊഴിയെടുക്കാൻ വേണ്ടി പോയി. തന്നെ കുത്തിയത് ആരാണെന്ന് അറിയില്ല എന്ന് വിക്രം പോലീസിനോട് കള്ളം പറഞ്ഞു. വാസവൻ തന്നെ കൊല്ലാൻ വന്നു എങ്കിലും പഴയ സ്നേഹം ഓർത്തുകൊണ്ട് തന്നെ വിക്രം അയാളുടെ പേരൊരിക്കലും പറഞ്ഞില്ല. വിക്രം രക്ഷപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ വാസവൻ ദേഷ്യപ്പെട്ട് കട്ടിൽ നിന്നങ്ങ് എഴുന്നേറ്റാണ്. രണ്ടാമത്തെ തവണയാണ് അവൻ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങ് അലറി വിളിച്ചു. വിക്രമിനെ ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് തന്നെ തീർക്കണമെന്ന് വാസവൻ ഗുണ്ടകളോട് പറയുന്നുണ്ട്. രാത്രിയിൽ ആരും കാണാതെ വേദ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ശ്രീകാന്ത് കണ്ടു. അവൾ വിക്രമിനെ കാണാൻ വേണ്ടി പോകുന്നതാണെന്ന് അയാൾക്ക് മനസ്സിലായി. ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് വാസവനെ കൊണ്ട് ഒന്നിനും കഴിയില്ല, നീ തന്നെ അവിടെ പോയിട്ട് അവനെ അങ്ങ് തീർക്കണമെന്ന് പറയും. ശ്രീകാന്ത് മുഖം മൂടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. വാസവനും അതേസമയം തന്നെ വിക്രമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. പോലീസ് ചായ കുടിക്കാൻ പോയ ആ ഒരു സമയം നോക്കിക്കൊണ്ട് തന്നെ ശ്രീകാന്ത് നേരെ വിക്രമിന്റെ മുറിയിലേക്ക് അങ്ങ് ഇരിച്ചു കയറി. വിക്രമിനെ കണ്ട് അയാൾ ചിരിച്ചു. നീ വാസവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, പക്ഷേ ഇനിയും നീ ജീവിച്ചിരുന്ന അത് ശരിയാവില്ല എന്ന് അയാൾ പറഞ്ഞു. വരുണിനെ കുത്തിയത് ഇൻസ്പെക്ടർ സാബു ആണ്, അത് ചെയ്യിപ്പിച്ചത് ഞാനും വർഷയുടെ അച്ഛൻ ചന്ദ്രശേഖരനും കൂടിയാണെന്ന് ശ്രീകാന്ത് വിക്രമിനോട് ആ ഒരു സത്യമങ്ങ് വെളിപ്പെടുത്തി. നീ വേദയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഒഴിയാനും ദീപ്തിയുടെ വിവാഹം മുടങ്ങാനുമാണ് അങ്ങനെ ചെയ്തത് എന്നും ആ കുറ്റം നിന്റെ തലയിൽ വെച്ചതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം ബാത്റൂമിന്റെ സൈഡിൽ ഒളിച്ചു നിൽക്കുന്ന വാസവൻ കേൾക്കുന്നുണ്ടായിരുന്നു. തന്നെ വിക്രം ഒരിക്കലും ചതിച്ചിട്ടില്ല എന്നും ഇത്രയും വലിയ ചതിയാണ് ശ്രീകാന്ത് ചെയ്തത് എന്നും അറിഞ്ഞപ്പോൾ വാസവൻ തൻ്റെ കത്തിയുമായിട്ട് നേരെ പുറത്തേക്ക് വന്നു. ശ്രീകാന്ത് വിക്രമിനെ കൊല്ലാനൊരുങ്ങുമ്പോൾ വാസവൻ അയാളുടെ മുന്നിലങ്ങ് വന്ന് നിൽക്കാണ്. വാസവൻ ശ്രീകാന്തിന്റെ കഴുത്തിനങ്ങ് പിടിച്ച് കത്തിക്കൊണ്ടങ്ങ് കുത്തി. നീ എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വാസവൻ ശ്രീകാന്തിന് നേരെ കത്തി കൊണ്ട് ഒറ്റ കുത്തങ്ങ് വെച്ചു കൊടുക്കുന്നത്. ശ്രീകാന്ത് ചോരയിൽ കുളിച്ചിങ്ങനെ കിടക്കാണ്. വേദ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ശ്രീകാന്ത് അങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ്. വിക്രം അമ്പരപ്പോട് കൂടെ തന്നെ ഇതെല്ലാം നോക്കി നിന്നു. ഞാൻ തന്നോട് വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത് വിക്രം. ആ സത്യം അറിഞ്ഞ് വാസവൻ വിക്രമിനോട് മാപ്പ് പറഞ്ഞു. പോലീസ് വന്നപ്പോൾ വാസവൻ എല്ലാ സത്യവും തുറന്നു പറയാണ്. എൻ്റെ മകനെ കുത്തിയത് ഈ ശ്രീകാന്താണ്, അയാളെ ഞാനങ്ങ് കുത്തിക്കൊന്നു. വിക്രം നിരപരാധിയാണെന്ന് അയാൾ മൊഴി നൽകി. പോലീസ് തെറ്റ് ചെയ്ത വാസവനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ശ്രീകാന്തിന്റെ ജീവന് വേണ്ടിയിട്ട് വേദ എങ്ങനെ കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടു നിൽക്കാനേ വിക്രമിന് കഴിഞ്ഞുള്ളൂ. ശ്രീകാന്തിന്റെ രക്തപുരണ്ട കൈകളുമായി വാസവൻ പോലീസിന് കീഴടങ്ങുന്നതോടുകൂടി തന്നെ ഹോസ്പിറ്റൽ വരാന്തയിൽ ഒരു നിശബ്ദത തളം കെട്ടി. വേദ നിലവിളിച്ചുകൊണ്ട് തന്നെ ശ്രീകാന്തിന്റെ അരികിലേക്കിരുന്നു. താൻ ഇത്രയും കാലം സ്നേഹിച്ച തൻ്റെ ചേട്ടൻ വിക്രത്തെയും വരുണിനെയും ഇത്ര ക്രൂരമായി ചതിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും അവൾക്കായില്ല. അത് ശ്രീകാന്ത് അവസാനമായിട്ട് വേദിയുടെ കൈകളിൽ പിടിച്ചു. എന്തോ പറയാനാഞ്ഞുവെങ്കിലും ശ്വാസം കിട്ടാതെ അയാളുടെ കൈകൾ അങ്ങ് തളർന്നു. ഒരു വലിയ തെറ്റിന്റെ പശ്ചാത്താപം പോലും പൂർത്തിയാക്കാനാവാതെ ശ്രീകാന്ത് ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വിക്രം പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ശ്രീകാന്തിന്റെ മരണം ചന്ദ്രശേഖരനെയും കുടുംബത്തെയും ആകെ തളർത്തി കളഞ്ഞിരുന്നു. തന്റെ കൂട്ടുപ്രതിയായ ശ്രീകാന്ത് മരിച്ചതോടുകൂടി തന്നെ ചന്ദ്രശേഖരൻ ഒറ്റപ്പെട്ടു. വാസവൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചന്ദ്രശേഖരനെതിരെയും അന്വേഷണം ഊർജിതമാക്കി. ദീപ്തിയുടെയും വരുണിന്റെയും വിവാഹം മുടക്കാൻ ഇവർ നടത്തിയ നാടകങ്ങൾ നാട്ടിലാകെ പാട്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്ന വിക്രമിനെ സ്വീകരിക്കാൻ വേദയുടെ വീട്ടിൽ നിന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല.
എന്നാൽ ശങ്കരനാരായണൻ വന്നുകൊണ്ട് തന്നെ വിക്രമിന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മോളെ വേദ, നീ വിശ്വസിച്ചതുപോലെ തന്നെ വിക്രം നിരപരാധിയാണെന്ന് തെളിഞ്ഞു. സത്യങ്ങൾ തിരിച്ചറിയാൻ വൈകിയതിന് നീ എന്നോട് ക്ഷമിക്കണം. ശങ്കരനാരായണന്റെ വാക്കുകൾ കേട്ടപ്പോൾ വിക്രമിന്റെ കണ്ണുകൾ നിറഞ്ഞു. അതിനിടെ ജയിലിൽ കിടക്കുന്ന വാസവൻ വിക്രമിന് വേണ്ടിയിട്ട് ഒരു കത്തയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, വിക്രം, എൻ്റെ മകനെ കൊന്നവനോട് പ്രതികാരം തീർക്കാൻ ഇറങ്ങിയ എനിക്ക് യഥാർത്ഥ ശത്രുവിനെ കാണിച്ചു തന്നത് നിന്റെ മൗനമാണ്. ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയിട്ട് പോലും നീ എൻ്റെ പേരൊന്നും പോലീസിനോട് പറഞ്ഞില്ല. നീ കാണിച്ച ആ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ തോറ്റുപോയി. ഇനി എൻ്റെ മകൻ വരുണിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ നിന്നെ കാണുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. വിക്രം നേരെ വേദയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ കമലമ്മയും സുധാകരൻ മാഷും വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് അവരെ സ്വീകരിച്ചത്. വിക്രമിൻ്റെയും വേദയുടെയും വിവാഹം അവരുടെ പൂർണ്ണ മനസ്സോടും സമ്മതത്തോടും കൂടെ തന്നെ വളരെ ലളിതമായി തന്നെ നടത്തി. ആ ചടങ്ങിൽ വിക്രമിൻ്റെ കുടുംബവും വേദയുടെ അച്ഛനും ഒപ്പമുണ്ടായിരുന്നു. ചതിയുടെയും പ്രതികാരത്തിൻ്റെയും കറുത്ത നിഴലുകൾ മാഞ്ഞുപോയിരുന്നു. സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും വെളിച്ചത്തിൽ അവർ പുതിയൊരു ജീവിതം തുടങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.